പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മഴക്കാലമാണ്, അതോടൊപ്പം തന്നെ പനിക്കാലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നതും ഇതേ വിഷയം തന്നെയാണ്. നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ കെ ശശിധരനാണ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു മഴക്കാലമാണ്, അതോടൊപ്പം തന്നെയാണ് പനിക്കാലവും. ഈ ഒരു കാലത്തെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാം? കേരളത്തിന്റെ പ്രത്യേക സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ എന്ന് തന്നെ പറയാം, മഴക്കാലം നമ്മളെ വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു സമയമായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് മഴക്കാലത്ത് ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ, മണ്ണിടിച്ചിൽ, അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ, അതേപോലെയുള്ള വെള്ളപ്പൊക്കം, ഇതിന്റെ കൂടെ തന്നെ ഏറ്റവും വെല്ലുവിളിയായിട്ട് കേരളീയ സമൂഹത്തിന് മുമ്പിൽ വരുന്ന സംഗതിയാണ് മഴക്കാലത്തുണ്ടാകുന്ന പകർച്ചവ്യാധികളും പല വിധത്തിലുള്ള പനികളും. ഇത്തവണത്തെ ഒരു പ്രത്യേകത നമുക്കെല്ലാം അറിയാം. സാധാരണഗതിയിൽ ഒരു മഴക്കാലത്തിന് മുമ്പ് നമുക്കൊരു പ്രിപ്പയർഡ്നെസ് അല്ലെങ്കിൽ പ്രീ മൺസൂൺ പ്രിപ്പയർഡ്നെസ് അല്ലെങ്കിൽ ഒരു മുന്നൊരുക്കങ്ങൾക്ക് സമയം കിട്ടാറുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ എന്തുകൊണ്ടോ മെയ് മൂന്നാം ആഴ്ചയിൽ തന്നെ കാലവർഷം ഇങ്ങോട്ട് എത്തിയോണ്ട് തന്നെ നമുക്കൊരു മുന്നൊരുക്കങ്ങൾക്ക് സമയം കിട്ടിയില്ല. കൂടാതെ എല്ലാവിധ പകർച്ചവ്യാധികളും മുമ്പോട്ട് വരുന്ന അല്ലെങ്കിൽ പൊന്തി വരുന്ന ഒരു സാഹചര്യത്തെയാണ് കേരളം നേരിടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം ഘട്ടങ്ങളിൽ വരുന്ന രോഗങ്ങളെ കുറിച്ച് പൊതുവെ ഒരു അപബോധവും, അതുകൊണ്ട് തന്നെ അത് ചികിത്സിക്കാനുള്ള മുന്നൊരുക്കങ്ങളും, തടയാനുള്ള അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള മുന്നൊരുക്കങ്ങളും നേരത്തെ കൂട്ടി തന്നെ ചെയ്യേണ്ടതുണ്ട്. ഇനിയുള്ള സമയത്ത് നമുക്ക് ഇത്തരം പകർച്ചവ്യാധികളെയും മറ്റു രോഗങ്ങളെയും നേരിടാൻ സാധാരണഗതിയിൽ ചെയ്യുന്ന പോലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഡോക്ടർ, വ്യത്യസ്ത തരം പകർച്ചവ്യാധികളാണ് ഇപ്പോൾ ഈ ഒരു മഴക്കാലത്തിനൊപ്പം തന്നെ വരുന്നത്. അപ്പോൾ ആ പകർച്ചവ്യാധികളെ പറ്റിയും ഇതെങ്ങനെ പടരുന്നു എന്നതിനെ പറ്റിയും പറയാമോ? മഴക്കാലത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പൊതുവെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം പല വിധത്തിലുള്ള പനികളാണ്. പനികൾ തന്നെ പലവിധ, സാധാരണ ജലദോഷപ്പനി മുതൽ മറ്റു തരത്തില് ജന്തുജന്യ രോഗങ്ങളാകട്ടെ, കൊതുകുജന്യ രോഗങ്ങളാകട്ടെ, ഇതൊക്കെയാണ് ഭൂരിഭാഗം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. അതിന്റെ കൂടെ തന്നെ ഉണ്ടാവുന്നതാണ് വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും അല്ലെങ്കിൽ മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന മറ്റു രോഗങ്ങൾ. അതായത് വയറിളക്ക രോഗങ്ങൾ, ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം, ഇത്തരം രോഗങ്ങൾ. ഇപ്പൊ മറ്റ് പനികളുടെ കൂട്ടത്തിലെടുക്കുമ്പോൾ നമുക്കറിയാം, ലോകത്തിൽ മൊത്തം കണക്കിലെടുക്കുമ്പോൾ 17% പകർച്ച വ്യാധികൾ ഉണ്ടാകുന്നത് ഈ ജന്തുജന്യ അല്ലെങ്കിൽ കൊതുകുജന്യ രോഗങ്ങൾ എന്ന രൂപത്തിലാണ്. അതിൽ ഏറ്റവും പ്രധാനം നമുക്കറിയാം, ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഭീഷണി നേരിടുന്നത് സാധാരണഗതിയിലുള്ള ജലദോഷപ്പനി, അതേപോലെ തന്നെയാണ് ഡെങ്കിപ്പനി, എലിപ്പനി, ചിക്കുൻ ഗുനിയ, അതുപോലെ തന്നെ സിക്ക വൈറസ് പനി, ഇത്തരം കാര്യങ്ങൾ. അതിന്റെ കൂടെയാണ് മറ്റ് മലിനപ്പെടുന്ന ജലത്തിലൂടെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ മലിനപ്പെടുന്ന പരിസ്ഥിതിയിലൂടെ കൂടെ വരുന്ന എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ് എന്ന രോഗം, അതേപോലെ തന്നെ ചെള്ളുപനി, ഇതൊക്കെ കൂടി കൂടുതൽ സാന്ദ്രതയിൽ അല്ലെങ്കിൽ കൂടുതൽ എണ്ണത്തിൽ വരുന്ന ഒരു സാഹചര്യമാണ് സാധാരണഗതിയിൽ മഴക്കാലത്ത് ഉണ്ടാകുക. അതിന്റെ കൂടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും, മലിനമാക്കപ്പെടുന്ന വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന മഞ്ഞപ്പിത്ത രോഗങ്ങളായ ഹെപ്പറ്റൈറ്റിസ് എ പ്രധാനമായും, അതേപോലെ തന്നെ വയറിളക്ക രോഗങ്ങളും, അതുപോലെ തന്നെ ടൈഫോയിഡ്, ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അല്ലെങ്കിലും പൊതുവെ നമ്മൾ നിർമ്മാർജ്ജനം ചെയ്തു എന്ന് കരുതപ്പെടുന്ന കോളറ രോഗം പോലും ഭീഷണിയായിട്ട് മുമ്പോട്ട് വന്നിരിക്കും. ഇപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു വ്യത്യസ്ത തരം പനികളുണ്ട് എന്നതാണ്. ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന പനിയാണ് ഡെങ്കിപ്പനി, എലിപ്പനി എന്നിവയൊക്കെ. അപ്പോൾ ഇവയെ നമുക്ക് ഒരു പരിധി വരെയൊക്കെ പ്രതിരോധിക്കാൻ സാധിക്കുമല്ലോ. അപ്പോൾ എങ്ങനെ പ്രതിരോധിക്കാം? മാത്രമല്ല, ഈ ഒരു അസുഖം വന്നാൽ ഇതിന്റെ ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചും ഒന്ന് പറയാമോ? ഈ രോഗങ്ങൾ ഇപ്പൊ ഡെങ്കിപ്പനി ആയിക്കഴിഞ്ഞാലും, അതുപോലെ തന്നെയുള്ള എലിപ്പനി, അതുപോലെ തന്നെ ചെള്ളുപനി, ഇതിനൊക്കെ പ്രധാനമായും നമ്മുടെ പ്രതിരോധിക്കാനുള്ള മാർഗം നമ്മളെ പൊതുവെ പുലർത്തേണ്ട പരിസ്ഥിതി മലിനീകരണം ഒഴിവാക്കപ്പെടുക എന്നുള്ളതാണ്. പരിസ്ഥിതി വൃത്തിയായി സൂക്ഷിക്കുക, അല്ലെങ്കിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടാതെ ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ കൃത്രിമമായിട്ടുള്ള വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുക, അതേപോലെ തന്നെ മറ്റ് വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക, അതുപോലെ തന്നെ മലിനപ്പെടുന്ന രീതിയിൽ ഭക്ഷണ സാധനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വെക്കാതിരിക്കുക. അതുപോലെ തന്നെയാണ് നമുക്ക് ഈ മലിനജലമായിട്ട് ആൾക്കാരുടെ സമ്പർക്കം ഇല്ലാതിരിക്കുക. അത് ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലായാലും മലിനജലങ്ങൾ സമ്പർക്കം വരാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. നമുക്ക് ഈ ഡെങ്കിപ്പനിയുടെ കാര്യം ഏറ്റെടുത്ത് നമുക്കറിയാം. ഡെങ്കിപ്പനി ഇപ്പൊ പൊതുവെ കേരളത്തിൽ അല്ലെങ്കിൽ പൊതുവെയുള്ള സമൂഹത്തിൽ
മുമ്പത്തെ പോലെയല്ല, എല്ലാ കാലാവസ്ഥയിലും ഡെങ്കിപ്പനി വരുന്നുണ്ട്. കാരണം ഡെങ്കി പരത്തുന്നത് ഈഡിസ് ഈജിപ്തി എന്ന് പറയുന്ന തരത്തിലുള്ള കൊതുകുകളാണ്. ആ കൊതുകുകളിലൂടെയാണ് ഡെങ്കി വൈറസ് ഒരു ആളിൽ നിന്ന് വേറൊരാളിലേക്ക് പകരുന്നതൊക്കെ. അപ്പൊ അത്തരം വൈറസുകൾ അല്ലെങ്കിൽ അത്തരം കൊതുകുകൾക്ക് പെരുകുവാനുള്ള സാഹചര്യം ഇല്ലാതാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രതിരോധ സംവിധാനം. നമുക്കറിയാം, ചെറിയൊരു നനവുണ്ടായാൽ തന്നെ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള വെള്ളക്കെട്ട് ഉണ്ടായാൽ തന്നെ അതിൽ തന്നെ ശുദ്ധജലത്തിൽ വെള്ളക്കെട്ടിൽ ഉണ്ടാവുന്ന കൊതുകുകളാണ് ഈഡിസ് ഈജിപ്തി കൊതുകുകൾ. അത് ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതായത് ഇത്തരം മലിനജലങ്ങൾ കെട്ടിയെടുക്കാനുള്ള സൗകര്യം, അതുപോലെ തന്നെ നനവുണ്ടായ സ്ഥലങ്ങളിൽ കൊതുക് പടരുന്ന സാഹചര്യം ഇല്ലാതാക്കാനെങ്കിൽ കൊതുക് നശീകരണത്തിന് പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. അപ്പൊ അത്തരം ഈ ഒരു കൊതുകിന്റെ സാന്ദ്രത ഇല്ലാതായാൽ തന്നെ ഡെങ്കിപ്പനി, അതുപോലെ തന്നെ സിക്ക വൈറസ്, അതേപോലെ തന്നെ യെല്ലോ ഫീവർ, ഇത്തരമുള്ള രോഗങ്ങളൊക്കെ തടയാൻ നമുക്ക് പറ്റും. അതേപോലെ തന്നെ എലിപ്പനിയുടെ കാര്യം എടുത്താൽ നമുക്കറിയാം, എലിപ്പനി വരുന്നത് ഒരുതരം ബാക്ടീരിയ ആണ്, അതായത് ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ വഴിയാണ്. ആ ബാക്ടീരിയ കൂടുതലായിട്ട് വരുന്നത് ഈ രോഗബാധിതരായ എലികളുടെ മൂത്രം, അല്ലെങ്കിൽ എലികൾ മാത്രമല്ല, ഇപ്പൊ പന്നികളായാലും മറ്റ് വീട്ടുമൃഗങ്ങൾ പോലും അതിന്റെയൊക്കെ മൂത്രത്തിലൂടെ പുറത്തേക്ക് പോകുന്ന രോഗാണുക്കൾ ജലത്തിൽ കലരുകയും അതുപോലെ അതുവഴി സമ്പർക്കം വരുന്ന മനുഷ്യരുടെ ശരീരത്തിലേക്ക് ചിലപ്പോൾ തൊലിപ്പുറത്തുണ്ടാകുന്ന പോറലുകൾ, അതല്ലെങ്കിൽ നമ്മുടെ ശ്ലേഷ്മസ്തരം, നമ്മുടെ വായിൽ മുതൽ താഴോട്ടുള്ള ശ്ലേഷ്മസ്തരത്തിലൂടെയും ചിലപ്പോൾ കയറി പോകാം. അത് കയറി വരാനുള്ള സാഹചര്യം ഇല്ലാതാക്കുക, അതായത് മലിനജലമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക. അതേപോലെ തന്നെ മലിനജലത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ജോലി ആവശ്യങ്ങൾക്കായിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ പ്രതിരോധ സംവിധാനമായുള്ള കാലുറകൾ, മറ്റ് സംവിധാനങ്ങൾ അല്ലെങ്കിൽ കൈയുറകൾ, ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുക. ഇതൊക്കെ തന്നെ ആയിരിക്കണം നമ്മുടെ പ്രതിരോധ സംവിധാനം. അതേപോലെ തന്നെ കൊതുകിന്റെ സാന്ദ്രത പൊതുവെ ഇല്ലാതാക്കാനുള്ള സംഗതികൾ എപ്പോഴും നമ്മൾ മുൻകൂട്ടി ചെയ്യേണ്ടതുണ്ട്. അതായത് മലിനജലങ്ങൾ കെട്ടിക്കിടക്കുന്ന സംഗതി ഒഴിവാക്കുക. എലികൾ, അതുപോലെ തന്നെ എലിപ്പനിയെ പറ്റി പറയുമ്പോൾ എലികൾക്ക് വളരാനുള്ള മാലിന്യങ്ങൾ കൂട്ടിയിടുന്ന അല്ലെങ്കിൽ മാലിന്യങ്ങൾ ഒരു സ്ഥലത്ത് നിക്ഷേപിച്ച് അത് നശിപ്പിക്കാതിരിക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ അത്തരം കാര്യങ്ങൾ എലികൾ പെരുകാനും എലിപ്പനിയുടെ സാന്ദ്രത വരുവാനും ഇടയാകും. ഇത്തരം കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ ചികിത്സയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഈ പനികളുടെ അല്ലെങ്കിൽ പൊതുവെയുള്ള പകർച്ചവ്യാധികളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെയൊക്കെ പ്രാഥമിക ലക്ഷണം പനിയാണ്. സാധാരണ ഒരു പനി വന്നു കഴിഞ്ഞാൽ ആ പനി തുടക്കത്തിലുള്ള ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഇത് ഏത് തരം പനിയാണ്. സാധാരണ ജലദോഷപ്പനിയാണോ, ഡെങ്കിപ്പനിയാണോ, ഇനി അല്ല എലിപ്പനിയാണോ, അല്ലെങ്കിൽ ചെള്ള് പനിയാണോ, അതായത് സ്ക്രബ് ടൈഫോസ്, അത്തരം കളികൾ. അപ്പൊ അതിന് വേണ്ടതെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഒരു പനി വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ ആശുപത്രികളിൽ അല്ലെങ്കിൽ ഡോക്ടർമാരെ സമീപിച്ചിട്ട് ചികിത്സാ സംവിധാനത്തെ ആശ്രയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. ഈ പനി ഒരു ലോകലക്ഷണം മാത്രമായതുകൊണ്ട് തന്നെ പനിയുടെ ചികിത്സ എന്ന ലക്ഷണങ്ങൾക്കുള്ള സാധാരണഗതിയിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പാരസെറ്റമോൾ പോലുള്ള ഗുളികകളാണ് ഉപയോഗിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് പോകുമ്പോഴാണ് അത് മറ്റു വിധത്തിലുള്ള പനിയുടെ രൂപങ്ങളിലേക്ക് മാറുന്നത്. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 85-90% എല്ലാ പനികളും, ഇപ്പൊ ഡെങ്കി പനി ആയിക്കോട്ടെ, ഏതുതരം പനികളായാലും 90% രോഗങ്ങൾ ഒരു ചെറിയ രീതിയിൽ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ പനി, മറ്റ് ശരീരവേദന, തലവേദന, അതുപോലെ തന്നെ പേശിവേദന, അത്തരം ലക്ഷണങ്ങൾ ഉണ്ടാക്കി തന്നെ അത് കടന്നു പോകും. അത് സ്വമേധയാ അങ്ങനെ ഇല്ലാതായി പോകും. പക്ഷെ വളരെ ചെറിയ ഒരു അംശമാണ്, അതായത് 5-10% വരെയുള്ള രോഗങ്ങളാണ് അല്ലെങ്കിൽ പനികളാണ് കോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള അവസ്ഥകളിലേക്ക് പോകുന്നത്. അപ്പൊ അത് ഇല്ലാതിരിക്കാൻ നമ്മൾ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ആവശ്യമായ ചികിത്സകൾ തേടുകയും ഡോക്ടർമാരുടെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെയും ഉപദേശങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ പാലിക്കാൻ നമ്മൾ നിൽക്കുകയും വേണം. സ്വയം ചികിത്സ ഒഴിവാക്കുക. അതല്ലെങ്കിൽ ഓവർ ദ കൗണ്ടർ അല്ലെങ്കിൽ മരുന്ന് ഷാപ്പുകളിൽ നേരിട്ട് പോയി പനിയുടെ മറ്റ് മരുന്നുകളും അല്ലെങ്കിൽ വേദന സംഹാരികളും വാങ്ങിച്ച് കഴിക്കുന്നത് ഒഴിവാക്കുക എന്നുള്ള ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. കാരണം പല വേദന സംഹാരികളും ഇത്തരം പനികളുടെ ഗുരുതരമായ ഘട്ടങ്ങളിലേക്ക് പോകാൻ ഇടയാക്കും അല്ലെങ്കിൽ ഇടയാക്കിയേക്കാം എന്നുള്ള വസ്തുത നിലനിൽക്കുന്നുണ്ട്. ഡോക്ടർ, ഇപ്പോൾ പകർച്ചപ്പനി പോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ജലജന്യ രോഗങ്ങൾ. പലതരത്തിൽ പല സാഹചര്യത്തിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ പലതരത്തിലുള്ള, ഇപ്പോൾ ജലവുമായി ബന്ധപ്പെട്ട് തന്നെ ജോലി ചെയ്യുന്ന പല സാഹചര്യമുള്ള ആൾക്കാരുണ്ടാകും. അപ്പോൾ അവർക്ക് തന്നെ ഈ മഞ്ഞപ്പിത്തം, വയറിളക്ക രോഗങ്ങൾ തുടങ്ങിയവയൊക്കെ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ജോലി എടുക്കുന്നവർ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണം? ഇപ്പൊ കേരളത്തെ പറ്റി പറയുമ്പോ ഇപ്പൊ ഈയിടെയായിട്ട് നമുക്ക് ഏറ്റവും ഭീഷണിയായിട്ട് വരുന്ന ഒരു സംഗതിയാണ്, സാധാരണഗതിയിൽ വലിയ പ്രശ്നമില്ലാതെ അല്ലെങ്കിൽ വലിയ ഗുരുതരാവസ്ഥയിലേക്ക് പോകാതെ പോകുന്ന ഒരു രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് എ. നമ്മൾ സാധാരണ പറയുന്ന ജലത്തിലൂടെ അല്ലെങ്കിൽ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന മഞ്ഞപ്പിത്തം.
ഈ ഹെപ്പറ്റൈറ്റിസ് എയുടെ സാന്നിധ്യം എല്ലാ കാലത്തും നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് 1-2 വർഷങ്ങളായിട്ട് അതിന്റെ വളരെ ഗുരുതരാവസ്ഥയിലേക്ക് പോവുകയും ചിലപ്പോൾ മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇതിന്റെ പഠനങ്ങളും അതിന്റെ റിപ്പോർട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അതിന് കാരണം എന്താണ്? ഇനി വൈറസുകൾക്ക് ഇതൊരുതരം വൈറസ് രോഗമാണല്ലോ. എല്ലാ മഞ്ഞപ്പിത്ത രോഗങ്ങളും എല്ലാം നല്ല പകർച്ച പകർച്ചയ്ക്ക് സാധ്യതയുള്ള ഹെപ്പറ്റൈറ്റിസ് എ അല്ലെങ്കിൽ ബി, സി, അങ്ങനെ ഏത് തരം തന്നെ ആയാലും അതൊക്കെ ഉണ്ടാക്കുന്ന വൈറസുകളുടെ സാന്നിധ്യം ഉള്ള ഒരു സമൂഹമാണ് നമുക്ക്. അപ്പൊ അതെങ്ങനെ പടരാതിരിക്കാം, അല്ലെങ്കിൽ അതെങ്ങനെ നമ്മുടെ ശരീരത്തിന് ഭീഷണിയാവാതിരിക്കാം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഭക്ഷണ സാധനങ്ങളൊക്കെ വളരെ വൃത്തിയും വെടിപ്പുമുള്ള രീതിയിൽ പാകം ചെയ്യുവാനും അത് കൈകാര്യം ചെയ്യാനും അത് കഴിക്കുവാനുള്ള സംവിധാനം എപ്പോഴും ഉണ്ടാവും. എല്ലാ ഭക്ഷണ എന്താ പറയാ ഈ ആഹാര കേന്ദ്രങ്ങൾ, ഇപ്പൊ ഹോട്ടലുകളടക്കം എല്ലാ ആഹാര കേന്ദ്രങ്ങളും വൃത്തിയും വെടിപ്പും, അത് മാത്രമല്ല വീടുകളിലായി കഴിഞ്ഞാലും വൃത്തിയും വെടിപ്പും അല്ലെങ്കിൽ ശുദ്ധമായ രീതിയിലുള്ള പാചകവും അതുപോലെ തന്നെ അത് കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കും. അതുപോലത്തെയാണ് വെള്ളത്തിന്റെ എന്താ ശുദ്ധീകരണം. വെള്ളത്തിന്റെ ശുദ്ധീകരണം നമുക്കറിയാം. നമ്മുടെ സമൂഹത്തിന്, കേരളത്തിന്റെ ഇത്രയും ജനസാന്ദ്രതയുള്ള ഒരു സംസ്ഥാനമായതുകൊണ്ട് തന്നെ അടുത്തടുത്ത വീടുകൾ അതുപോലത്തെ ജലസ്രോതസ്സുകൾ മലിനപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്, കൂടുതലാണ്, ക്ഷമിക്കണം. അപ്പൊ ജലസ്രോതസ്സുകൾ ഇങ്ങനെ മലിനപ്പെടുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ കുടിക്കുവാനുള്ള വെള്ളം അല്ലെങ്കിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന വെള്ളം അത് മാലിന്യ വിമുക്തമായിരിക്കണം. അപ്പൊ കുടിക്കുവാനുള്ള വെള്ളമാണ് അതിനൊക്കെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കുടിക്കുവാനുള്ള വെള്ളം ശുദ്ധീകരിക്കാൻ പറ്റുന്ന ഒരു മാർഗമാണ് ക്ലോറിനേഷൻ. ആരോഗ്യ പ്രവർത്തകർ അല്ലെങ്കിൽ ആരോഗ്യ കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ബ്ലീച്ചിങ് പൗഡർ അതുപോലത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമ്മളെ കുടിവെള്ള സ്രോതസ്സുകൾ ക്ലോറിനേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരിക്കലും തിളപ്പിച്ച് എടുക്കാത്ത വെള്ളം കുടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഫിൽറ്ററുകൾ പല വിധത്തിലുള്ള ശുദ്ധീകരണ പ്രക്രിയകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും എന്ത് തന്നെ ആയാലും തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം അല്ലെങ്കിൽ തിളപ്പിച്ച വെള്ളം മാത്രം കുടിക്കാൻ ഉപയോഗിക്കും. ഭക്ഷണ സാധനങ്ങൾ തുറന്നു വെക്കാനോ അതല്ലെങ്കിൽ മറ്റു രീതിയിൽ അത് മലിനപ്പെടുന്ന സാഹചര്യത്തിൽ വെക്കാതെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും ഭക്ഷണ കേന്ദ്രങ്ങളിൽ, ആഹാര കേന്ദ്രങ്ങൾ, അതായത് ഹോട്ടലുകൾ പോലുള്ള സ്ഥലങ്ങളിൽ അത് ആരോഗ്യ പ്രവർത്തകരുടെ കടമയാണ് അത്തരം സാധനങ്ങൾ പരിശോധിക്കാനും അതിനുവേണ്ട കുറ്റവോ കുറവോ കണ്ടാൽ അത് നടപടിയെടുക്കാൻ അവർ മുന്നോട്ട്. അതേപോലെ തന്നെയാണ് മറ്റ് ശീതളപാനീയങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ വളരെ ഈച്ച ശല്യം ഉണ്ടാവാത്ത രീതിയിൽ അല്ലെങ്കിൽ മറ്റ് പ്രാണികൾ അതിൽ മലിനപ്പെടുത്താത്ത രീതിയിലും കാണണം. വേണ്ട സംവിധാനങ്ങൾ വേണം. അതേപോലെ തന്നെ നമ്മുടെ വീടുകളിലെ കിണറുകളിൽ നമ്മൾ പറയുമ്പോൾ മഴക്കാലം വരുമ്പോൾ ഏറ്റവും പെട്ടെന്ന് മലിനപ്പെടാനുള്ള സാധ്യത ഉണ്ടാവും. കഴിയുന്നത് വേഗം തന്നെ ക്ലോറിനേഷൻ മറ്റ് മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടത്തും. അതുപോലെ തന്നെ വെള്ളത്തിലിറങ്ങി ജോലി ചെയ്യുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ജോലി ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ ഞാനത് എലിപ്പനിയുടെ കാര്യത്തിലാണ് ഇത് വളരെ പ്രത്യേകിച്ച് പറയാനുള്ളത്. കാരണം നമ്മൾ കാലുറകളും കയ്യുറകളും ഒക്കെ ഉപയോഗിച്ചിട്ട് മാത്രം മലിനപ്പെടുന്ന വെള്ളങ്ങളിൽ പലപ്പോഴും ജോലി ആവശ്യാർത്ഥം പല ആൾക്കാരും അങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ അതുമായിട്ട് നേരിട്ട് സമ്പർക്കം വരാതിരിക്കാൻ തൊലിപ്പുറത്തുള്ള പൊട്ടുകളിലേക്ക് രോഗാണുക്കൾ കയറാതിരിക്കാനുള്ള സംവിധാനത്തിന് ഇത്തരം പ്രതിരോധ അല്ലെങ്കിൽ സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കും. അതേപോലെ തന്നെ നമുക്കറിയാം, ഈ ഒരു രോഗി ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് നമ്മുടെ വീട്ടിൽ ഇപ്പൊ മഞ്ഞപ്പിത്ത രോഗി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത്തരം ആളുകളിൽ നിന്ന് രോഗം മറ്റുള്ളവരേക്ക് പകരാതിരിക്കാനുള്ള സംവിധാനങ്ങളും അല്ലെങ്കിൽ മുൻകരുതലുകളും നമ്മൾ ചെയ്യണം. അവർക്കുള്ള ഭക്ഷണ സജ്ജീകരണങ്ങൾ പ്രത്യേകം നടത്താനും, അതുപോലെ തന്നെ നമുക്കറിയാം മഞ്ഞപ്പിത്തം ഏറ്റവും കൂടുതൽ പകരുന്ന ഫീക്കോ ഓറൽ റൂട്ടാണ്. അതായത് ഫീക്കോ ഓറൽ റൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു മഞ്ഞപ്പിത്തം രോഗിച്ച അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ച ഒരാളുടെ ശരീരത്തിലുള്ള രോഗാണുക്കൾ മലം വഴി പുറത്തു പോവുകയും അത് വഴി ഭക്ഷണ സാധനങ്ങളോ വെള്ളമോ അല്ലെങ്കിൽ കുടിവെള്ളമോ മലിനപ്പെടുകയൊക്കെ ചെയ്യുമ്പോഴാണ് അത് വേറെ വ്യക്തിയിലേക്ക് എത്തുന്നത്. അത്തരം സാഹചര്യങ്ങൾ ഇല്ലാതാക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ചികിത്സ നമുക്കറിയാം, മഞ്ഞപ്പിത്തത്തെ സംബന്ധിച്ചിടത്തോളം വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ ഹെപ്പറ്റൈറ്റിസ് എ രോഗത്തെ സംബന്ധിച്ചിടത്തോളം അതിന് വൈറസുകൾക്ക് പ്രത്യേക ചികിത്സ ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിന് മാത്രമായിട്ട് പ്രത്യേക ചികിത്സയില്ല. അതിന്റെ ലക്ഷണങ്ങളാണ് നമ്മൾ ചികിത്സിക്കുന്നത്. അതായത് പനി വരുമ്പോൾ പനിക്കുള്ള മരുന്നുകളും മറ്റെന്തെങ്കിലും ഛർദി അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിനുള്ള മരുന്നുകളും, ക്ഷീണം മാറ്റാനുള്ള IV ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ മറ്റ് ORS പോലത്തെ സംവിധാനങ്ങൾ നമ്മൾ കൊടുക്കുന്നത്. ഭക്ഷണത്തിലുള്ള വളരെ മിനിമം അല്ലെങ്കിൽ വളരെ കുറച്ച് ക്രമീകരണങ്ങൾ മാത്രമേ ഹെപ്പറ്റൈറ്റിസ് രോഗത്തിന് ആവശ്യമുള്ളൂ. അതുപോലെ തന്നെയാണ് മറ്റു രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ചികിത്സയുടെ കാര്യത്തിൽ ഈ എലിപ്പനിയുടെ കാര്യം മാത്രം എടുത്തു പറയുകയാണെങ്കിൽ അതിന് മാത്രമാണ് നമുക്ക് പ്രത്യേകിച്ച് അതൊരു ബാക്ടീരിയ രോഗമായതുകൊണ്ട് അതിന് പ്രത്യേക രീതിയിലുള്ള ആന്റിബയോട്ടിക്കുകൾ കൊടുത്ത് ചികിത്സിക്കാൻ പറ്റും. അതുകൊണ്ട് ഗുരുതരാവസ്ഥയിലേക്ക് പോകാതെ നോക്കാം. മറ്റെല്ലാം, ഡെങ്കിപ്പനി ആയിക്കോട്ടെ അല്ലെങ്കിൽ ചിക്കൻ പനി ആയിക്കോട്ടെ, എല്ലാത്തിനും പനി അടക്കമുള്ള ലക്ഷണങ്ങളെയാണ് നമ്മൾ ചികിത്സിക്കുന്നത്. ആ രോഗാണുവിനെ നശിപ്പിക്കാനുള്ള ചികിത്സ ഒരിക്കലും ഇതുവരെ
നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ലക്ഷണങ്ങൾ ശ്രദ്ധിക്കാനും ചികിത്സിക്കാനും ആവശ്യമായ വിശ്രമം, അതുപോലെ തന്നെ പിന്നെ ശരീരത്തിലെ ജലനില അല്ലെങ്കിൽ വെള്ളത്തിന്റെ നില ക്രമീകരിക്കാനും, അതായത് നമുക്ക് ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ നിർജ്ജലീകരണം ഇല്ലാതെ ശ്രദ്ധിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വ്യക്തമായി ഡോക്ടർ. ഡോക്ടർ, അതോടൊപ്പം തന്നെ ഇനി ഏതാനും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ സ്കൂളുകൾ തുറക്കാൻ. അപ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള അസുഖത്തെയൊക്കെ പ്രതിരോധിക്കാൻ മുതിർന്നവർ അല്ലെങ്കിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെ? അതോടൊപ്പം തന്നെ സ്കൂൾ അധികൃതർ എങ്ങനെയൊക്കെ ഈ കാര്യങ്ങളെ ശ്രദ്ധിക്കണം? എനിക്ക് തോന്നുന്നു നമുക്കിപ്പോ മാതാപിതാക്കളുടെ കാര്യമാണ്, സ്കൂളിന്റെ കാര്യമാണ്. നമ്മളിപ്പോ രോഗപ്രതിരോധത്തിൽ കേരളം അല്ലെങ്കിൽ മൊത്തം ലോകം അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇന്ത്യ തന്നെ വളരെ മുൻപന്തിയിലാണ്. നമ്മളൊരു വളരെ ഭീതിതമായ ഒരു COVID-19 കാലഘട്ടം പിന്നിട്ട ആൾക്കാരാണ് നമ്മളിന്ന്. അപ്പൊ ആ സമയത്ത് തന്നെ രോഗപ്രതിരോധത്തിനുള്ള മാർഗങ്ങളെ കുറിച്ച് വളരെയധികം ബോധമുള്ള ഒരു സമൂഹമാണ് കേരളീയ സമൂഹവും പൊതുവെ ഭാരതീയ സമൂഹവും. കാരണം നമുക്കറിയാം, നമുക്ക് ഈ വൈറസ് രോഗങ്ങൾ കൂടുതലും പകരുന്നത് അല്ലെങ്കിൽ എയറിലൂടെ അല്ലെങ്കിൽ വായുവിലൂടെയാണ്. വായു സമ്പർക്കം തമ്മിലുള്ള അത് ഈ രോഗാണുക്കളുടെ ചെറിയ ഡ്രോപ്ലെറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ശരീരത്തെ ശ്വാസകോശത്തിൽ എത്തിപ്പെടാനുള്ള സാഹചര്യം എയറിലൂടെ വരുമ്പോഴാണ് ഇത്തരം രോഗങ്ങൾ. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിലുള്ള ജലദോഷപ്പനി, അത്തരം പനികൾ വന്നു കഴിഞ്ഞാൽ ഈ രോഗ സംക്രമണം ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് കഴിയുന്നത് അത്തരം ആൾക്കാരായിട്ടുള്ള സമ്പർക്കം കുറക്കുക. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പനി അല്ലെങ്കിൽ ജലദോഷം അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവർ കഴിയുന്നതും സ്കൂളുകളിൽ വിടാതെ വീട്ടിൽ വിശ്രമം നൽകുക, മറ്റു കുട്ടികളെയും മറ്റുള്ളവരെയും അതിന്റെ ഭീഷണിയിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രാഥമിക ലക്ഷ്യം. അതേപോലെ തന്നെയാണ് ചികിത്സയുടെ കാര്യം. പെട്ടെന്ന് തന്നെ കുട്ടികളെ ചികിത്സിക്കാനും അതുപോലെ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ എടുക്കുവാനും. അപ്പൊ ഇപ്പൊ ഡെങ്കിപ്പനി അത്തരം കാര്യങ്ങൾ, ഡെങ്കിപ്പനി പോലത്തെയുള്ള വൈറസ് രോഗങ്ങൾക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അതിന് പ്രതിരോധ പ്രവർത്തനങ്ങൾ, വാക്സിൻ ലഭ്യമല്ല. ഹെപ്പറ്റൈറ്റിസ് രോഗങ്ങൾക്ക് മാത്രമാണ് വാക്സിൻ ലഭ്യമായിട്ടുള്ളത്. ഡെങ്കി ആയിക്കോട്ടെ, സിക്ക അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, ചിക്കൻ ഗുനി ആയിക്കോട്ടെ, അതിനൊന്നും വാക്സിൻ ലഭ്യമല്ല. അത് എലിപ്പനിക്കും വാക്സിൻ ഇതേവരെ ലഭ്യമല്ലാത്തൊരു സ്ഥിതിയാണ്. അതുകൊണ്ട് നമുക്ക് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യപ്പെട്ടാൽ, പക്ഷെ അത്തരം രോഗങ്ങൾ വരാതെ ശ്രദ്ധിക്കുക. രോഗങ്ങൾ വന്നാൽ കുട്ടികൾക്കായാലും ആർക്കായാലും ആവശ്യമായിട്ടുള്ള വിശ്രമവും ചികിത്സയും നൽകുക. അതേപോലെ തന്നെ നമുക്കറിയാം, ഇപ്പൊ മറ്റു കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴുള്ള ആ മലിനജലമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കാൻ ശ്രദ്ധിക്കാൻ കുട്ടികൾക്ക് വേണ്ട നിർദ്ദേശം നൽകണം. പിന്നെ സ്കൂളുകൾ ഇതിനാവശ്യമായിട്ടുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളും അതുപോലെ തന്നെ ബോധവൽക്കരണ സെഷനും മറ്റു കാര്യങ്ങളും നൽകേണ്ടതുണ്ട്. അതിലും ഏറ്റവും പരമപ്രധാനമാണ് മറ്റു രീതിയിലുള്ള ഇപ്പൊ വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസ് ഉണ്ട്. അത് വാക്സിൻ അല്ലെങ്കിൽ പ്രതിരോധ കുത്തിവയ്പ്പ് കൊണ്ട് തടയാൻ പറ്റുന്ന രോഗങ്ങളുണ്ട്. അപ്പൊ അത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ എല്ലാ കുട്ടികൾക്കും അവരുടെ ഒരു ജന്മാവകാശം എന്ന നിലയിൽ പ്രതിരോധ വാക്സിനുകൾ നൽകാൻ. നമുക്കറിയാം, ജനിച്ച നാൾ മുതൽ പലവിധ അസുഖങ്ങൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. ഇപ്പൊ ഹെപ്പറ്റൈറ്റിസ് ഡിക്ക് ഉള്ളതുണ്ട്, ടെറ്റനസ് ഉണ്ട്, അതുപോലെ തന്നെ ഡിഫ്തീരിയ ഒക്കെ ഉള്ളതുണ്ട്, അതുപോലെ തന്നെ മീസിൽസ്, ഇത്തരം രോഗങ്ങൾക്കൊക്കെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ ലഭ്യമാണ്. യാതൊരു മടിയും കൂടാതെ അല്ലെങ്കിൽ യാതൊരു ഒരു എന്താ പറയാ പിന്തിരിഞ്ഞു പോകുന്ന ഒരു സ്ഥിതി ഇല്ലാതെ എല്ലാവരും തന്നെ എല്ലാ കുട്ടികൾക്കും അവരവരുടെ കുട്ടികൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് നൽകേണ്ടത് അതൊരു പ്രധാന ഘടകമാണ്. പല വിധത്തിലുള്ള പകർച്ചവ്യാധികൾ, ഈ പറഞ്ഞ കൂട്ടത്തിൽ പെടാത്ത പകർച്ചവ്യാധികൾ പലതും വരാതെ ശ്രദ്ധിക്കും. അതേപോലെ തന്നെയാണ് ആവശ്യമായിട്ടുള്ള വിശ്രമവും ഭക്ഷണവും അവർക്ക് അത് കൊടുക്കാൻ എപ്പോഴും വിദ്യാർത്ഥികൾക്ക് രക്ഷിതാക്കളും അധ്യാപകരും നിർദ്ദേശം നൽകണം. നമ്മൾ പലപ്പോഴും കാണുന്ന വെച്ചാൽ ചെറിയൊരു പകർച്ചപ്പനി വന്നാൽ തന്നെ, ജലദോഷപ്പനി വന്നാൽ തന്നെ കുട്ടികളെ സ്കൂളിലേക്കും മറ്റും വിടുന്നൊരു സാഹചര്യമുണ്ട്. അത് ഒഴിവാക്കുക. കാരണം അത് സ്കൂളുകളൊക്കെ ആകുമ്പോൾ അടച്ച ഒരു ക്ലോസ്ഡ് കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ അവിടെയൊക്കെ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മഴക്കാലവും അതോടൊപ്പം തന്നെ വരുന്ന പകർച്ചപ്പനികളെ പറ്റിയാണ് ഹലോ ഡോക്ടർ സംസാരിക്കുന്നത്. ഡോക്ടർ, നമ്മൾ എല്ലാവർക്കും പൊതുവേ ഉള്ള ഒരു സ്വഭാവമാണ് സ്വയം ചികിത്സാ രീതികൾ. ചെറിയൊരു പനി വരുമ്പോൾ, ഡോക്ടർ തന്നെ നേരത്തെ സൂചിപ്പിച്ചു, ചെറിയൊരു പനി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു തുമ്മൽ വരുമ്പോൾ പാരസെറ്റമോൾ ഒഴിക്കുന്ന ഒരു സ്വഭാവം എല്ലാവർക്കുമുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാമോ? ഈ സ്വയം ചികിത്സ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എത്രത്തോളം അപകടകരമാണ് എന്നതിനെപ്പറ്റി ഒന്ന് പറയാമോ? പറയാം. ഈ സ്വയം ചികിത്സയുടെ കാര്യം ഞാൻ ആദ്യം സൂചിപ്പിച്ചാണ്. നമ്മുടെ പൊതുവെ സമൂഹത്തിലൊരു ട്രെൻഡാണ്. ഇപ്പൊ ഈ എന്താ പറയാ, ഈ ഹൈടെക് യുഗത്തിലൊക്കെ ജീവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈസി അവൈലബിലിറ്റി, നമുക്കുള്ള മരുന്നുകളുടെ ലഭ്യത വളരെ കൂടുതലാണ്. നമുക്കിപ്പോ മുമ്പത്തെ പോലെ ഇവിടെ ഏത് മുക്കിൽ പോയി കഴിഞ്ഞാലും ഒരു മെഡിക്കൽ സ്റ്റോർ ഉണ്ടാവും.
അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങൾ സാധാരണ ചെയ്യുന്ന ഇതുപോലെ തന്നെ ഒരു ചെറിയ പനി വരുമ്പോൾ അല്ലെങ്കിൽ ജലദോഷം വരുമ്പോൾ അത് ഏത് തരത്തിലുള്ള പനിയാവാന്നുള്ള പിന്നെയുള്ള കാര്യമാണ്. അപ്പൊ അതിനെ തുടക്കത്തിൽ തന്നെ നേരിട്ട് പോയി ഓവർ ദ കൗണ്ടർ അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പുകളിൽ പോയിട്ട് അല്ലെങ്കിൽ കയ്യിലുള്ളത് വെച്ചിട്ട് പനിക്കുള്ള മരുന്നുകൾ, പാരസെറ്റമോൾ പോലുള്ള മരുന്നുകൾ, അതുപോലെ തന്നെ ജലദോഷം മരുന്നുകൾ കഴിക്കാന്നുള്ളൊരു ഒരു പൊതുവെയുള്ള ട്രെൻഡാണ്. പക്ഷെ അത് ഒരു ആരംഭഘട്ടങ്ങളിൽ അത് ചെയ്യുന്നതിന് നമുക്ക് അങ്ങനെ വ്യാപകമായിട്ട് തടയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത് വിട്ടുമാറാത്ത രീതിയിൽ അല്ലെങ്കിൽ അത് ശല്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പനിയോ മറ്റ് ലക്ഷണങ്ങൾ, ഇപ്പൊ ശരീരവേദന, അതൊക്കെ മറ്റ് ലക്ഷണങ്ങളൊക്കെ വരികയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ആരോഗ്യ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ ആശുപത്രിയിൽ ഒരു ക്ലിനിക്കിൽ പോയിട്ട് ഒരു ഡോക്ടറുടെ സേവനം തേടണം. ഡോക്ടർ അത് കണ്ടു കഴിഞ്ഞാൽ ആ പനിയുടെ ലക്ഷണങ്ങൾ, ചുരുക്കം ചില ലക്ഷണങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് ഏതൊക്കെ തരത്തിലുള്ളതാവാന്നുള്ള ഒരു നിർണ്ണയം നടത്താൻ ഡോക്ടർക്കും മറ്റു ആരോഗ്യ പ്രവർത്തകർക്കും പറ്റും. അപ്പൊ അത് വെച്ചിട്ട് പ്രാഥമിക ചികിത്സ നൽകും. മിക്കപ്പോഴും എന്താ വെച്ചാൽ ഈ ആ മെഡിക്കൽ സ്റ്റോറുകൾ അല്ലെങ്കിൽ മരുന്ന് വിതരണ കേന്ദ്രങ്ങളിൽ ചില നിയന്ത്രണങ്ങൾ നമ്മുടെ നിയമത്തിലുണ്ടെങ്കിലും പലപ്പോഴും കൊടുക്കുന്ന മരുന്നുകൾക്ക് ചില നിയന്ത്രണങ്ങൾ വെച്ച് പുലർത്താറില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പനിയുടെ കൂടെ ഒരു ശരീരവേദനയുള്ള ഒരാളാണ് ഒരു മരുന്ന് ഷോപ്പിൽ പോവുകയാണെങ്കിൽ ചിലപ്പം വേദനക്കുള്ള മരുന്ന് കൂടെ കൊടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിലാണ് ഏറ്റവും അപകടം നിൽക്കുന്നത്. കാരണം ഇത്തരം പനികൾ, ഇപ്പൊ ഡെങ്കി പനി ആയിക്കോട്ടെ, അത്ര ഏത് പനികളും ഒരു ഘട്ടത്തിൽ അത് ഗുരുതരാവസ്ഥയിലേക്ക് പോകുമ്പോൾ അത് എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന സ്ഥിതി വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ കിഡ്നിയെ ബാധിക്കുന്ന സ്ഥിതി വരാം, ലിവറിനെ ബാധിക്കുന്ന സ്ഥിതി വരാം, ഹാർട്ടിനെ ബാധിക്കുന്ന അത്തരം സ്ഥിതികളിലേക്ക് പോകുമ്പോൾ അതിന് ഒന്നുകൂടി എന്താ പറയുക, വേഗത കൂട്ടുന്ന രീതിയിലാണ് ഇത്തരം മരുന്നുകൾ ചിലപ്പോൾ പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ചും വേദന സംഹാരികൾ, NSAIDs നമ്മുടെ ടേമിൽ പറയുന്നത്. അതായത് വേദന സംഹാരികൾ പലതും തന്നെ ഇത്തരം പനികൾ വന്നിട്ട് ഗുരുതരാവസ്ഥയിലേക്ക് പോകുമ്പോൾ അതിനെ കൂടുതൽ ഗുരുതരമാക്കുന്ന രീതിയിലേക്ക് പോകാൻ സാധ്യത ഉണ്ടാക്കുന്നതാണ് ഇത്തരം വേദന സംഹാരികൾ, പ്രത്യേകിച്ച് കിഡ്നിയുടെ പ്രവർത്തനത്തിൽ. അതുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള പനികളായിക്കോട്ടെ തുടക്കത്തിൽ തന്നെ ഒരു ഡോക്ടറുടെ സേവനം ലഭ്യമായി ശരിക്കുമുള്ള ചികിത്സ എടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ പലപ്പോഴും മറ്റ് പ്രശ്നങ്ങളുണ്ടാകും. അതേപോലെ തന്നെ ആന്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം നമ്മുടെ സമൂഹത്തിൽ വളരെ കൂടിയിട്ടുണ്ട്. കാരണം പലപ്പോഴും എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു നിയമം നിലവിലുണ്ടെങ്കിലും അത് പല രീതിയിലുള്ള ആന്റിബയോട്ടിക്കുകൾ വിപണിയിൽ ലഭ്യമാണ്. അത് പലപ്പോഴും രോഗികൾക്ക് ഡോക്ടറുടെ സേവനം ഇല്ലാതെ തന്നെ കിട്ടുന്നുണ്ടോ എന്നൊരു സംശയം നമുക്ക് ബലമായിട്ടുണ്ട്. പ്രത്യേകിച്ചും ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം തുടക്കത്തിൽ കഴിയുന്നതും ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശവും, അതുപോലെ തന്നെ ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ രോഗാണുക്കൾക്ക് ആന്റിബയോട്ടിക്കുകൾ ഫലപ്രദമല്ലാത്തൊരു രീതിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് അല്ലെങ്കിൽ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അത്തരം നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ മുമ്പോട്ട്. അതുകൊണ്ട് സ്വയം ചികിത്സ എന്തുകൊണ്ടും ഒഴിവാക്കുക എന്നുള്ളത് നമ്മൾ ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് ചിലപ്പോ ഞാൻ പറഞ്ഞ ഒരു 5-10% കാര്യങ്ങളിൽ മാത്രമാണ് ഇത്തരം പനികൾ ഗുരുതരാവസ്ഥയിലേക്ക് പോവാ. അപ്പൊ അതിന് വേഗത കൂട്ടുന്ന രീതിയിലേക്കായിരിക്കും ചിലപ്പോൾ നമ്മുടെ സ്വയം ചികിത്സ ഇടവരുത്തുന്നത്. അത് ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും. ഡോക്ടർ, നമ്മൾ പനിയെ പറ്റിയൊക്കെ സംസാരിച്ചു. ഇനി അതിൻ്റെ വിശ്രമ ജീവിതത്തെ കൂടി സംസാരിക്കാം. കാരണം ഇപ്പോൾ ഡെങ്കിപ്പനി വരുന്നു, പിന്നീടുള്ള കുറച്ചു കാലം ആ ഒരു വ്യക്തിക്ക് ശാരീരികമായി പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു പനി വരുമ്പോൾ പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് പറയാമോ? ഇത്തരം പനികളുടെ ഒരു പൊതുവെയുള്ള നിലവെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം, ഇതിനൊക്കെ ആശുപത്രി അഡ്മിഷൻ വളരെ കുറച്ച് മാത്രം വേണ്ടി വരുന്ന, കുറച്ച് പേർക്ക് മാത്രമേ ഇതിൽ ആശുപത്രി അഡ്മിഷൻ അല്ലെങ്കിൽ കിടത്തി ചികിത്സ ആവശ്യമായി വരാറുള്ളൂ. ഇപ്പൊ ഡെങ്കിപ്പനിയുടെ കാര്യം നമുക്കറിയാം. ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ കണ്ട് നമ്മൾ രക്തപരിശോധന നടത്തി. ഡെങ്കിപ്പനിയിൽ സാധാരണ നമുക്കറിയാം രക്തപരിശോധനയിൽ ഇപ്പം വെളുത്ത രക്താണുക്കളും അതുപോലത്തെ പ്ലേറ്റ്ലെറ്റ് അണുക്കളും കുറയുന്ന സ്ഥിതിയായിരിക്കും. അതിനൊരു പരിധിവരെ ഒരു ഘട്ടം വരെ നമ്മൾ അഡ്മിഷൻ ഒഴിവാക്കുകയാണ്. അപ്പൊ അത്രയുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ കുറച്ചുകൂടി ക്ഷീണം അല്ലെങ്കിൽ ഛർദി അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർ മാത്രമേ നമ്മൾ അഡ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കിടത്തി ചികിത്സയ്ക്ക് വിധേയമാക്കുള്ളൂ. പൊതുവെയുള്ള ഇത്തരം പനികൾ ഞാൻ പറഞ്ഞു വളരെ തുടക്കത്തിൽ ഒരു 80, 85, 90% ചെറിയ ലക്ഷണങ്ങൾ, അതായത് പനി, ശരീരവേദന, തലവേദന, ക്ഷീണം, മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ട് അതങ്ങ് വിട്ടുപോകും. അത് വിട്ടുപോയി കഴിഞ്ഞാൽ ഈ രക്തത്തിലുള്ള മാറ്റങ്ങളൊക്കെ ശരിയായി കഴിഞ്ഞാലും മിക്ക കേസുകളിലും ഈ രോഗികൾക്ക് കുറച്ചു കാലത്തേക്കെങ്കിലും അല്ലെങ്കിൽ ഒരു 1-2 ആഴ്ചത്തേക്കെങ്കിലും വളരെ ഒരു വൈറസ് അണുബാധ ഉണ്ടാവുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. അവർക്ക് ശാരീരികമായ ക്ഷീണം, അതുപോലെ തന്നെ വിശപ്പ് കുറവ്, അതുപോലെ തന്നെ ഉറക്കത്തിന് ചില ബുദ്ധിമുട്ടുകൾ, അത് ഓരോ വ്യക്തി അനുസരിച്ചിരിക്കും. അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്.
അതുകൊണ്ട് തന്നെ കഴിയുന്നതും ഇത്തരം രോഗങ്ങൾ വന്നു പോകുമ്പോൾ ആ ഒരു സ്ഥിതിയിലാവുമ്പോഴും നമ്മൾ കഴിയുന്ന വിശ്രമം ആവശ്യത്തിനെടുക്കുക. ഇപ്പൊ ജോലിയുള്ള ആൾക്കാരാണെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് കഴിയുന്ന രീതിയിൽ കഠിനമായ ജോലികൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. കാരണം നമുക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ, ശരീരവേദന ഒക്കെ ഉണ്ട്. അപ്പൊ ഈ പനികൾ വന്ന് നമുക്ക് തന്നെ ഒരു ബോധ്യം വരുന്ന രീതിയിലേക്ക് പോകുന്നവരെ കഴിയുന്ന വിശ്രമം എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം പലപ്പോഴും ഒരു ലേറ്റ് കോംപ്ലിക്കേഷൻസ് പല രീതിയിൽ വരാറുണ്ട്. ഇപ്പൊ പനിയൊക്കെ വിട്ട് ഇത്തരം കാര്യങ്ങൾ 2-3 ദിവസം കഴിഞ്ഞാൽ പനിയങ്ങ് വിടും. മറ്റ് രോഗലക്ഷണങ്ങളിൽ ഗുരുതരമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാവുന്ന പിന്നീടാണ്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് ആക്കം കൂട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, അതായത് കഠിനമായ വ്യായാമം, അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. അല്ലെങ്കിൽ കഠിനമായിട്ടുള്ള ജോലികൾ, അത്തരം യാത്രകളൊക്കെ കഴിയുന്ന ഒഴിവാക്കി വിശ്രമം എടുക്കുന്നതായിരിക്കും. അതുപോലെ നല്ല ഭക്ഷണം, നന്നായി വെള്ളം കുടിക്കുക, നമ്മുടെ ശരീരത്തിന് ഹൈഡ്രേഷൻ അല്ലെങ്കിൽ ജലത്തിന്റെ അവസ്ഥ നിർജ്ജലീകരണം ഇല്ലാതെ ശ്രദ്ധിക്കുക. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കഴിയുന്നതും ആവശ്യത്തിനുള്ള വിശ്രമം എടുക്കുക, പനി വന്ന് ക്ഷീണം മാറുന്നില്ലെങ്കിൽ. ശരി ഡോക്ടർ, വ്യക്തമാണ്. അപ്പോൾ എല്ലാ പ്രേക്ഷകരോടും ഡോക്ടർക്ക് ഈ ഒരു മഴക്കാലം പറഞ്ഞോളൂ ഡോക്ടർ. ഇതിന്റെ കൂടെ എനിക്ക് പറയാനുള്ളത്, ഞാനിപ്പോ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അപ്പൊ അതിന്റെ രീതിയിൽ നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്ന പോലെ തന്നെ ഇപ്പോഴും നമ്മൾ കേരള സംസ്ഥാന, നമുക്കറിയാം സംസ്ഥാന ആരോഗ്യ വകുപ്പ് വളരെ സുസജ്ജമാണ് ഇപ്പൊ ഇത്തരം കാര്യങ്ങൾ നേരിടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് കൂടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ശാഖകളിലും വെച്ചിട്ട്, എല്ലാ ശാഖകളും 108 ശാഖകൾ, നമുക്ക് 108 ശാഖകൾ ബ്രാഞ്ചസിലൂടെ നമ്മൾ ഓരോ ശാഖയിലും അതിലേക്ക് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അതിനുവേണ്ടി പ്രത്യേക സെല്ല് രൂപീകരിച്ചു കഴിഞ്ഞു. മെഡിക്കൽ ടീം നമ്മൾ രൂപീകരിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ എല്ലാ ബ്രാഞ്ചുകളും, ശാഖകളും അല്ലെങ്കിൽ ജില്ലാതലത്തിലും നമ്മളൊരു ദുരന്ത നിവാരണ സേന തന്നെ രൂപീകരിച്ചു. നമുക്കറിയാം കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഏത് തരത്തിലുള്ള അപകടങ്ങൾ അല്ലെങ്കിൽ ദുരന്തങ്ങൾ വരാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല. അതേപോലെ തന്നെ പകർച്ചവ്യാധികൾ കൂടാനുള്ള സാധ്യത, അതിനെയൊക്കെ നേരിടാൻ കേരള സംസ്ഥാന സർക്കാരുമായിട്ടും മറ്റ് സംഘടനകളുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സംഘടന എന്നാൽ ബാധ്യസ്ഥയാണ്. നമ്മൾ അതിനുവേണ്ടി എല്ലാ പ്രവർത്തനവും നടത്തുന്നു. എല്ലാ സഹകരണവും ഉണ്ടാവുമെന്ന് അറിയിക്കുകയാണ്. ശരി ഡോക്ടർ. ഹലോ ഡോക്ടറിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. പകർച്ചപ്പനികളും പ്രതിരോധ പ്രവർത്തനങ്ങളുമാണ് ഹലോ ഡോക്ടർ എന്ന് സംസാരിച്ചത്. നമുക്കൊപ്പം ചേർന്നത് IME സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ K ശശിധരനാണ്. മാത്രമല്ല ഡോക്ടർ തലശ്ശേരി ഗവൺമെൻറ് ജനറൽ ഹോസ്പിറ്റലിലെ ഫിസിഷ്യൻ കൂടിയാണ്. നന്ദി ഡോക്ടർ. താങ്ക് യു. ഹലോ ഡോക്ടർ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.